വഖഫ് ബോർഡ് തിരുത്തിയില്ലെങ്കിൽ മുസ്ലിം ലീഗ് തരം താഴ്ത്തുമെന്ന് സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം. മുസ്ലിം വിശ്വാസികളെ സംരക്ഷിക്കുന്നവരാണെന്ന് പറയുന്ന ലീഗ് ഇപ്പോൾ അതിനെതിരായി ഇസ്ലാം സമുദായത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ലീഗ് കാണിക്കുന്നില്ല. മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് വഖഫ് സ്വത്തുക്കൾ, അത് കൈകാര്യം ചെയ്യുന്നതും മുസ്ലിങ്ങളാകണമെന്നും പുറത്തുനിന്നുള്ളവർ അതിൽ ഇടപെടേണ്ടതില്ലെന്നും ഉമർ ഫൈസി മുക്കം നിലപാടെടുത്തു. മുഖ്യമന്ത്രി നിലപാട് തിരുത്തുമെന്നും ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ച ജനങ്ങളുടെ വിശ്വാസം തകർക്കരുതെന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു. ഇത് ജനങ്ങൾ കാണുന്നത് മുസ്ലിം ലീഗിന് ഒരിക്കലും ഭൂഷണമല്ല. കാരണം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ കാര്യത്ത് പ്രവർത്തിക്കേണ്ടവരാണ്, അതിനുവേണ്ടി വാദിക്കേണ്ടവരാണ്. പിണറായി വിജയൻ വരെ ആ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അതിന് വിരുദ്ധമായിക്കൊണ്ട് ഒരു നിലപാട് പറയുക എന്നുള്ളത് ജനങ്ങളിടയിൽ മുസ്ലിം ലീഗ് തരം താഴും. അതൊരു മനസ്സിലാക്കേണ്ടതാണ്. കോൺഗ്രസും അങ്ങനെ തന്നെ പല വിഷയങ്ങളിലും വി.ഡി. സതീശൻ്റെ നിലപാടുകളിലൊക്കെ പല അഭിപ്രായങ്ങളും നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. പല നിയമനങ്ങളും അത്തരം കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഒരു നിലപാട് കാണുന്നുണ്ട്. അത് സതീശനും തിരുത്തേണ്ടതാണ്. ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടെ തിരഞ്ഞെടുത്തത് ആ ജനങ്ങളുടെ വിശ്വാസം തകർക്കാനുള്ള പ്രവൃത്തിയാണ് നടക്കുന്നത്. അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് നല്ലത്. യെസ്, സരീഷ് പി കെ വിശദാംശങ്ങളുമായി നമുക്കിപ്പം ചേർന്നുണ്ട്. സരീഷ്, ഈ പറഞ്ഞ പോലെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സർക്കാർ അറിയിച്ച നിലപാടിൽ മുസ്ലിം സംഘടനകൾക്കുള്ളിൽ വിരുദ്ധ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ ഉമർ ഫൈസി മുക്കത്തിന്റെ ഈ വാക്കുകളെ നമ്മൾ എങ്ങനെ വിശകലനം ചെയ്യണം? ഈ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൽ പ്രത്യേകിച്ച് LDF സർക്കാരിൽ നിന്ന് UDF സർക്കാരിലേക്ക് എത്തുമ്പോൾ കൂടുതൽ വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാടായിരിക്കും UDF സർക്കാർ, പ്രത്യേകിച്ച് V.D. സതീശൻ സർക്കാർ സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു സമസ്ത ഉൾപ്പെടെ കരുതിയിരുന്നത്. പക്ഷേ വഖഫ് ബോർഡ് വിഷയത്തിലെത്തിയപ്പോൾ അതിൽ നിന്നൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതൃത്വം തന്നെ ആ കാര്യത്തിൽ ഒരു പിന്നോട്ടുപോക്ക് ഉണ്ടാക്കിയിരിക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ സമസ്ത ഉൾപ്പെടെയുള്ള മതസംഘടനകളെ, മുസ്ലിം മതസംഘടനകളെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉമർ ഫൈസി മുക്കം വഖഫ് ബോർഡ് അംഗം കൂടിയാണ്. അദ്ദേഹം തന്നെ ഈ മുസ്ലിം ലീഗിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മുസ്ലിം ലീഗ് തിരുത്തപ്പെടണം, അല്ലെങ്കിൽ അത് തരം താഴ്ന്ന ജനങ്ങളിലേക്ക്, അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ തരം താഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് തന്നെയാണ്, എന്ന രൂക്ഷ വിമർശനം തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. മുസ്ലിം വിശ്വാസികളെ സംരക്ഷിക്കുന്നു എന്നാണ് മുസ്ലിം ലീഗ് പറയുന്നത്. അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത്, അതിനുള്ള അജണ്ടയാണ് തങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് മുസ്ലിം ലീഗ് പറയുന്നത്. പക്ഷേ അതൊന്നും തന്നെ കാണുന്നില്ല. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, മുസ്ലിം വിശ്വാസികൾക്കുള്ള അതാണ് വഖഫ് ബോർഡ്. വഖഫ് സ്വത്ത് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ സ്വത്താണ്, അത് കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വവും മുസ്ലിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും മുസ്ലിം വിശ്വാസികൾക്കൊപ്പം നിൽക്കേണ്ട മുസ്ലിം ലീഗ് അതിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നുള്ളതാണ് ഈ ഉമർ ഫൈസി മുക്കം കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. ഇസ്ലാമിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ടവരാണ് മുസ്ലിം ലീഗ്, പക്ഷേ അത് നടപ്പാകുന്നില്ല. സമുദായത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അത് ഇപ്പോൾ ലീഗ് കാണിക്കുന്നില്ല എന്നുള്ള രൂക്ഷ വിമർശനം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് വഖഫ് ബോർഡ്, അത് കൈകാര്യം ചെയ്യുന്നതും മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കണം എന്ന ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികത എന്തുകൊണ്ട് മുസ്ലിം ലീഗിന് മനസ്സിലാകുന്നില്ല, മുസ്ലിം ലീഗ് നേതൃത്വത്തിന് മനസ്സിലാകുന്നില്ല എന്നുള്ള ചോദ്യം കൂടി ഉമർ ഫൈസി മുക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പുറത്തു നിന്നുള്ളവർ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നുകൂടി അവർ പറയുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി നിലപാട് തിരുത്തണം, വലിയ ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ച ആളുകളുണ്ട്, ആ വിഭാഗത്തിൽ മുസ്ലിം വിശ്വാസികളുമുണ്ട്, അവരുടെ ഒന്നും തന്നെ വിശ്വാസം കളങ്കപ്പെടുത്തരുത്, ഇല്ലാതാക്കരുത് എന്ന് കൂടി പറയുന്നു. നിലനിൽക്കുന്ന പല വിഷയങ്ങളിലും മുഖ്യമന്ത്രിയെ തിരുത്തുന്നുണ്ട് പലരും. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഹൈക്കോടതിയിൽ സർക്കാർ ഈ ഒരു നിലപാട് എടുത്തത് കൊണ്ട് തന്നെ സുപ്രീം കോടതിയിൽ ഇനിയിപ്പോൾ നിലപാട് തിരുത്തിപ്പറയാനാകില്ലെന്നാണ് നിയമവിദഗ്ധരൊക്കെ പറയുന്നത്. ഈ വിഷയത്തിൽ മുസ്ലിം സംഘടനകളിൽ നിന്നും ശക്തമായ എതിർപ്പ് ഉയരുന്നൊരു പശ്ചാത്തലത്തിൽ ഇനി എന്താകും സർക്കാർ നിലപാട്? ഒരു ബാക്കിലോട്ട് പോകാൻ ഇനി ആകില്ലെന്ന് നിയമവിദഗ്ധരൊക്കെ പറയുമ്പോൾ വേറെന്തെങ്കിലും വഴിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നറിയേണ്ടി വരും.